രസകരമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നതെങ്കിലും കുറച്ച് ഗൗരവമുള്ള ഒരു റിപ്പോർട്ട് കൂടെയാണിത്. അതായത് സ്കൂളിൽ ബോംബ് ഭീഷണി മുഴക്കിയതിന് 9ാം ക്ലാസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജുവനൈൽ ഹോമിൽ അയച്ചിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് വരുന്നത് നോയിഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിന് പിന്നിലെ കഥ എന്ന് നമുക്കൊന്നറിയാം. വ്യാജ ബോംബ് ഭീഷണി സന്ദേശമാണ് ഒരു കുട്ടി തൻ്റെ സ്കൂളിലേക്ക് അയച്ചത്. ഇതോടുകൂടി ആ സ്കൂളിന് അവധി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോരാത്തതിന് 3 സ്കൂളുകൾക്കും കൂടെ ഈ കുട്ടി അയച്ചിട്ടുണ്ടായിരുന്നു വ്യാജ ബോംബ് ഭീഷണി. അതായത് തൻ്റെ സ്കൂളിന് പുറമെ 3 സ്കൂളുകൾക്കും ഈ കുട്ടി വ്യാജ ബോംബ് ഭീഷണി ഇമെയിൽ സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു. ഈ കുട്ടിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്കൂളിന് ഒരു ദിവസം പോലും അധ്യാപകർ അവധി തരുന്നില്ല എന്നുള്ളതാണ്. തനിക്ക് അവധി ലഭിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വ്യാജ ബോംബ് ഭീഷണി താൻ സ്കൂളിലേക്ക് അയച്ചത് എന്നാണ് ഈ വിദ്യാർത്ഥി പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ വിദ്യാർത്ഥി കുടുങ്ങിയത് എന്ന് നോക്കാം. ഈ വിരുദ്ധൻ്റെ തലച്ചോറ് എന്ന് പറയുന്നത് ചില്ലറ തലച്ചോറല്ല, അതായത് കാഞ്ഞ ബുദ്ധി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന രീതിയിലാണ് ഈ കുട്ടിയുടെ പ്രവർത്തനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 14 വയസ്സുള്ള കുട്ടിയാണ്. ഈ കുട്ടി ഡൽഹി നിവാസിയാണ്. ഭീഷണി 4 സ്കൂളുകളിലാണ് ലഭിച്ചിരിക്കുന്നത്. ഈ 4 സ്കൂളുകളിൽ ഒന്നിലാണ് ഈ കുട്ടി പഠിക്കുന്നത്. നോയിഡ DCP റംദാൻ സിംഗ് ആണ് വ്യാഴാഴ്ച പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഇനി തൻ്റെ സ്കൂളിന് അവധി ലഭിക്കണം എന്നാണ് കുട്ടി ആഗ്രഹിച്ചത്. പക്ഷേ 4 സ്കൂളിനാണ് കുട്ടി ബോംബ് ഭീഷണി അയച്ചത്. ഇതെന്തിനാണ് 4 സ്കൂളിൽ ബോംബ് ഭീഷണി അയച്ചത് എന്ന് കുട്ടിയോട് ചോദിച്ചപ്പോൾ തൻ്റെ സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികളുടെ സൂക്ഷ്മ പരിശോധന ഒഴിവാക്കാൻ താൻ ഇത് ചെയ്തതെന്നാണ് പറയുന്നത്. അതായത് എൻ്റെ സ്കൂളിലെ വിദ്യാർത്ഥികളെ പൂർണ്ണമായിട്ടും പോലീസ് വന്ന് പരിശോധിക്കുമ്പോൾ അവർക്ക് പരിശോധന എളുപ്പമാകും. അതുകൊണ്ടാണ് 4 സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അയച്ചത്. അതൊരു ഹെക്ടിക് ജോബായി പോലീസിന് മാറും. അങ്ങനെ തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് ഇയാളുടെ കാഞ്ഞ ബുദ്ധി, അതായത് ഈ വിദ്യാർത്ഥിയുടെ കാഞ്ഞ ബുദ്ധി എന്ന് പറയുന്നത്. പോരാത്തതിന് ഒരു ദിവസം അവധി ആവശ്യപ്പെട്ടിരുന്നു ഈ കുട്ടി സ്കൂളിൽ നിന്ന്. ഈ കുട്ടി ഓൺലൈനിൽ പല ആർട്ടിക്കിളുകൾ വായിക്കുന്ന കുട്ടിയാണ്. ബോംബ് ഭീഷണിയെക്കുറിച്ചുള്ള സമീപകാല വാർത്തകളെല്ലാം തന്നെ ഇവൻ ഓൺലൈനിൽ വായിച്ചിരുന്നു. പോരാത്തതിന് യൂട്യൂബ് വീഡിയോ 3 മണിക്കൂറാണ് ഈ ബോംബ് ഭീഷണിയെക്കുറിച്ചുള്ളത് ഇവൻ കണ്ടിരുന്നത്. തൻ്റെ IP വിലാസം മറയ്ക്കാനായിട്ട് VPN ഉപയോഗിച്ചാണ് ഇവൻ മറ്റൊരു അഡ്രസ്സിൽ ഇമെയിൽ അയച്ചത് എന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. അതായത് ചില്ലറക്കാരനല്ല ഈ വിദ്യാർത്ഥി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ VPN എന്ന് പറഞ്ഞാൽ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് അഥവാ VPN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ VPN ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് ഒരു സൈറ്റിൽ കയറുന്നതെങ്കിലും നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ആ സൈറ്റിൽ കയറുന്നതായി അതിൽ കാണിക്കും. അപ്പോൾ പോലീസിന് ഇത് വളരെയധികം ദുഷ്കരമായി മാറും. അങ്ങനൊരു സാങ്കേതിക വിദ്യയാണ് VPN എന്ന് പറയുന്നത്. ആ VPN ഇയാൾ ഉപയോഗിച്ച് 12:30 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി സ്കൂളുകൾ, ഗ്യാൻശ്രീ സ്കൂള്, ദി ഹെറിറ്റേജ് സ്കൂള്, മയൂർ സ്കൂള്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്കൂള്, അങ്ങനെ മെസ്സേജ് അയക്കുകയായിരുന്നു, അങ്ങനെ ഇമെയിൽ അയക്കുകയായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സമാനമായ ഇമെയിലുകളിലൂടെ എല്ലാ ക്യാമ്പസുകളിലും അല്ലാതെ എല്ലാ സ്കൂളുകളിലും ബോംബ് ഭീഷണി ഉണ്ട് എന്ന് ഇമെയിൽ അയച്ചതോടുകൂടി വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം പരിഭ്രാന്തരായി. അങ്ങനെ പരിഭ്രാന്തരായ ഇവർ പോലീസിനെ വിളിച്ചു, സ്കൂളിന് അവധി കൊടുക്കുകയും ചെയ്തു. ഇനി ഈ വിരുദ്ധൻ എങ്ങനെയാണ് കുടുങ്ങിയത് എന്നറിയേണ്ടത്. അത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഏത് കുറ്റകൃത്യം ചെയ്താലും അതിൽ ദൈവത്തിൻ്റെ കൈയടയാളം എന്ന് പറഞ്ഞ ഒരു തെളിവ് അവശേഷിക്കും എന്ന് പറയുന്നത് പോലെയാണ് ഈ കാര്യങ്ങളുടെ കിടപ്പ്. എന്തായാലും പോലീസുകാർ വന്നു, അഗ്നിശമന സേനാക്കാർ വന്നു, ഡോഗ് സ്ക്വാഡുകൾ വന്നു, ബോംബ് കണ്ടെത്തൽ സംഘങ്ങൾ വന്നു. ഇവരെല്ലാവരും കൂടെ ക്യാമ്പസുകൾ അതായത് സ്കൂളുകളിലേക്ക് കുതിച്ചെത്തി അവിടെ വലിയ രീതിയിലുള്ള ആൾക്കാരെ ഒഴിപ്പിക്കലും മറ്റ് പരിശോധനകളും തുടങ്ങി. സമഗ്രമായ പരിശോധനയ്ക്ക് ശേഷം സ്കൂളുകൾ സുരക്ഷിതമായി ആണെന്ന് കണ്ട് എത്തിയ ശേഷമാണ് അടിയന്തരമായി മറ്റന്വേഷണങ്ങളിലേക്ക് ഇവർ കടന്നത്. എന്തായാലും ഈ വിദ്യാർത്ഥി എങ്ങനെയാണ് പിടികൂടിയത് എന്നറിയണ്ടേ. അതായത് ഈ ഇമെയിലുകൾ താൻ അയച്ചിട്ടുണ്ട് എന്ന് ഈ വിദ്യാർത്ഥി പൊങ്ങച്ചം പറയാനായി, അതായത് ഞാൻ ഇങ്ങനെ ഇമെയിൽ അയച്ചിട്ടുണ്ട് നീ ഇത് കണ്ടില്ലേ എന്ന് പൊങ്ങച്ചം പറയാനായി വേറൊരു ഉറ്റ സുഹൃത്തിന് ഈ ഇമെയിലിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഈ വിദ്യാർത്ഥി ജസ്റ്റ് വൺസ് ഇട്ട് അയച്ചു. അതായത് ഒരു തവണ മാത്രമേ അയാൾക്ക് ഇത് കാണാനായി സാധിക്കുകയുള്ളൂ. എന്നാൽ ഇത് കയ്യിൽ കിട്ടിയതാകട്ടെ ഇയാളുടെ ഉറ്റ സുഹൃത്തിൻ്റെ മാതാപിതാക്കളുടെ കയ്യിലാണ്. അങ്ങനെയാണ് ഈ വിദ്യാർത്ഥി കുടുങ്ങുന്നത്. ശേഷം ഇവനെ പോലീസ് വന്ന് ഇവനെ അറസ്റ്റ് ചെയ്ത് ഇവനെ വിട്ടയക്കണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ അവിടെ ഉയരുന്നുണ്ട്. പക്ഷേ അങ്ങനെ പോലീസിനും താല്പര്യമുണ്ടെങ്കിൽ പോലും ഇവൻ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ ഗ്രാവിറ്റി, അതായത് ഗുരുതരാവസ്ഥ അതിഭീകരമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ജുവനൈൽ ഹോമിൽ ഇവനെ പാർപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.